ഹിസ്ബുള്ള നേതാവ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഹസൻ നസ്രുള്ള. ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഹിസ്ബുള്ള തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. ദാവൂദ് സർ സ്ഥിരീകരിച്ചു, ആ വിവരം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഇനി ഇതിൻ്റെ ഒരു ഭാവി എന്താണ്? അതിൽ നമ്മൾ കാണേണ്ടതേ 1982 ഹിസ്ബുള്ള രൂപീകരിക്കുന്നത്. ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘം രൂപീകരിക്കുന്നത് എന്തിനാണ്? നമുക്കൊരു പാർട്ടി ഉണ്ടാക്കിക്കളയാം എന്ന് കുറച്ച് ആൾക്കാർക്ക് തോന്നിയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുന്നതല്ല. ഹിസ്ബുള്ള ഫോം ചെയ്യുന്നത് 1982 ഫോം ചെയ്യുന്നത് സദേൺ ഇസ്രായേൽ സൈന്യം ലെബനിൽ കടന്നു കയറുകയും ബൈറൂത്ത് വരെ വരികയും അതിഭീകരമായ കൂട്ടക്കൊല നടത്തുകയും കുപ്രസിദ്ധമായ ഷബ്രാഷാത്തിൽ ആ കൂട്ടക്കൊല നടത്തുന്നു. ശേഷം ഈ സദേൺ ലെബനോൻ കൈവശം വയ്ക്കുന്നു. അപ്പോൾ ലെബനനിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുക എന്ന മിനിമം എജണ്ട വെച്ചിട്ട് ഫോം ചെയ്യപ്പെടുന്ന സംഘടനയാണ് ഹിസ്ബുള്ള 1982. ഇപ്പോൾ കൊല്ലപ്പെട്ട ഹസൻ നസ്രുള്ള അദ്ദേഹം ജനറൽ സെക്രട്ടറി ആവുന്ന എപ്പോഴാണ്? 1992. 1992 അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുന്നത് എങ്ങനെയാണെന്നറിയോ? അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ബാസ് മുസവി കൊല്ലപ്പെട്ടിട്ടാണ്. അബ്ബാസ് മുസവിയെ അദ്ദേഹത്തിൻ്റെ മോട്ടോർക്കേട് അദ്ദേഹം കാറിൽ യാത്ര ചെയ്യുമ്പോൾ മിസൈൽ അയച്ച് കൊല്ലുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അപ്പോൾ അബ്ബാസ് മുസവി കൊല്ലപ്പെട്ടത് കൊണ്ടാണ് ആര് ജനറൽ സെക്രട്ടറി ആവുന്നത്? ഈ ഹസൻ നസ്രുള്ള ജനറൽ സെക്രട്ടറി ആവുന്നത്. 92 അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം ഓഫ് കോഴ്സ് ഹിസ്ബുള്ളയുടെ പടിപടിയായ വളർച്ച ഉണ്ടാകുന്നുണ്ട്. ഹിസ്ബുള്ള ലോകരാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? 2000 2000 എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് വെച്ചാൽ സദേൺ ലെബനനിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തിന് പിന്മാറേണ്ടി വന്നു. സദേൺ ലെബനോൻ അധിനിവേശം അവസാനിപ്പിച്ച് ഇസ്രായേലിന് പിന്മാറേണ്ടി വന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ഇസ്രായേലിനൊരു സൈനിക പിന്മാറ്റം, ഒരു സൈനിക പരാജയം സംഭവിക്കുന്ന ഇടമാണ് സദേൺ ലെബനൻ എന്ന് പറയുന്നത്. ആ പരാജയം ഇസ്രായേലിന് മേൽ ഇൻഫ്ലിക്റ്റ് ചെയ്ത സംഘടനയാണ് ഹിസ്ബുള്ള. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഹസൻ നസ്രുള്ള. അപ്പം ഹിസ്ബുള്ള ലോകരാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് 2000 ഇസ്രായേലിൻ്റെ പരാജയത്തോടുകൂടി, ഇസ്രായേലിൽ നിന്ന് പിന്മാറുന്നതോടുകൂടിയാണ്. അന്ന് ലോകമാധ്യമങ്ങളിൽ അതിഭയങ്കരമായിട്ടുള്ള ഹസൻ നസ്രുള്ളയെക്കുറിച്ചിട്ടുള്ള പലതരത്തിലുള്ള വിശേഷണങ്ങളും കഥകളും സ്റ്റോറികളും ഫീച്ചറുകളും ഇൻ്റർവ്യൂകളും പല കാര്യങ്ങൾ വരുന്നു. അന്ന് അറബ് ചെഗുവേര എന്ന അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ച മാധ്യമങ്ങളുണ്ട്. അറബ് ഫിദൽ കാസ്ട്രോ എന്ന് വിശേഷിപ്പിച്ച മാധ്യമങ്ങളുണ്ട്. ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ അറബ് ലാൻഡ് എന്ന് വിശേഷിപ്പിച്ച മാധ്യമങ്ങളുണ്ട്. കാരണം നോക്കൂ, ഇസ്രായേലിനെതിരെ 5-6 അറബ് രാഷ്ട്രങ്ങൾ സംയുക്തമായി യുദ്ധം ചെയ്തിട്ട് വിജയിക്കാൻ പറ്റിയിട്ടില്ല. ആ ഇടയ്ക്കാണ് ഒരു നോൺ സ്റ്റേറ്റ് പ്ലെയർ ആയിട്ടുള്ള ഹിസ്ബുള്ള ഇസ്രായേലിനെ സദേൺ ലെബനനിൽ കെട്ടിക്കുന്നത്. ഇങ്ങരുടെ ഇത് അതിഭയങ്കരമായിട്ട് ഇമേജ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യുന്നു. ഹിസ്ബുള്ളയ്ക്ക് അവിടെ ലെബനനിൽ ഭയങ്കരമായ പോപ്പുലാരിറ്റി ലഭിക്കുന്നു. നോക്കൂ, ഏതാണ്ട് 1/2 ഡസനോളം മ്യൂസിക് ആൽബംസ് ഇറങ്ങുന്നുണ്ട് ഹസൻ നസ്രുള്ളയെക്കുറിച്ച് മാത്രം പാടിക്കൊണ്ട്. അവിടുത്തെ അറിയപ്പെട്ട പോപ്പ് സിംഗേഴ്സ്, പോപ്പുലർ സിംഗേഴ്സ് എല്ലാവരും അങ്ങനെ എന്നുവെച്ചാൽ ലെബനീസ് പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഈ മനുഷ്യൻ മാറുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കും ഹിസ്ബുള്ള വളരുന്നു. പാർലമെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട സാന്നിധ്യമാകുന്നു. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുന്നു. പാർലമെൻറ്റ് സ്പീക്കർ പദവിയിൽ അവരുടെ പ്രതിനിധി വരുന്നു. നിരവധി ക്യാബിനറ്റ് മന്ത്രിമാർ അവർക്കുണ്ടാകുന്നു. അങ്ങനെ മിലിറ്ററി ഇതിനകത്തും പൊളിറ്റിക്കൽ ഫ്രണ്ടിലും ഭയങ്കരമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്ന എപ്പോഴാണ്? 92 ഇവരുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുസവി കൊല്ലപ്പെട്ടതിന് ശേഷമാണ്. അപ്പോൾ ജനറൽ സെക്രട്ടറി കൊല്ലപ്പെടുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമല്ല. ഒരു ജനറൽ സെക്രട്ടറി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഈ ഹസൻ നസ്രുള്ള ജനറൽ സെക്രട്ടറി ആവുന്നത്. 1997 ഇദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് ഹാദി, മൂത്ത മകൻ കൊല്ലപ്പെടുന്നുണ്ട്. മൂത്ത മകൻ കൊല്ലപ്പെട്ടിട്ട് ഇസ്രായേലി ആക്രമണത്തിലാണ് കൊല്ലപ്പെടുന്നത്. മിനിയാന്ന് ഇദ്ദേഹത്തിൻ്റെ മകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, സൈനബ് എന്ന് പറയുന്ന ആൾ. മുഹമ്മദ് ഹാദി കൊല്ലപ്പെട്ടിട്ട് മുഹമ്മദ് ഹാദിയുടെ ബോഡി ഇസ്രായേൽ വിട്ടുകൊടുത്തില്ല. ബോഡിയും കൊണ്ട് അവർ പോയി. അപ്പം ഇസ്രായേൽ അദ്ദേഹം അന്ന് നടന്നൊരു പ്രസ്താവന ഉണ്ട്, അത് നിങ്ങൾ വെച്ചോളൂ, ഞാൻ മേടിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന എന്താണ്. ഇപ്പോൾ 1997 അത് സംഭവിക്കുന്നത്. ഇപ്പോൾ 2004 ആ ബോഡി ഇസ്രായേൽ തിരിച്ചു കൊടുക്കുന്നത്. 2004 ആ ബോഡി തിരിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഒരു ഇസ്രായേൽ ലെബനീസ് ഹിസ്ബുള്ള പ്രിസണർ സ്വാപ്പ് നടക്കുന്നുണ്ട്. കുറച്ച് ഇസ്രായേലി സൈനികരുടെ ബോഡി ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ടായിരുന്നു. അതിന് പകരം 10-700 പലസ്തീനി തടവുകാരെയും ലെബനീസ് തടവുകാരെയും ഇസ്രായേൽ വിട്ടുകൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ ബോഡിയും വിട്ടുകൊടുക്കും.
ഞാൻ പറഞ്ഞാൽ ഇത് ഈ നേതാക്കളെ കൊല്ലുക, നേതാക്കളെ മക്കളെ കൊല്ലുക, ഇങ്ങനെയുള്ള ആ ഒരു ഇതിലൂടെയാണ് ഈ സംഗതി പോകുന്നത്. മൂസവി 92 കൊല്ലപ്പെട്ടപ്പോൾ ഇതിന് പകരമായിട്ട് 92 ഫെബ്രുവരിയിലാണ് കൊല്ലപ്പെടുന്നത്. സോറി, മൂസവി ഇവരുടെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ള ഇമാദ് മുഗിനെ ഇവർ കൊല്ലുന്നുണ്ട്. ഈ ഹിസ്ബുള്ള ഇവരുടെ ഒരു നേതാവിനെ കൊന്നതിന് പകരമായിട്ട്, മൂസവിയെ കൊന്നതിന് പകരമായിട്ട് എന്നാണ് എൻ്റെ ഓർമ്മ, ഒന്ന് കൺഫേം ചെയ്യണം. അർജൻറ്റീനൻ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ 92 മാർച്ചിലാണത്. ബ്യൂണസ് അയേഴ്സിലെ ഇസ്രായേലി എംബസി ആക്രമിക്കുന്നുണ്ട്. ഇസ്രായേലിനെ ഇസ്രായേൽ ടെറിട്ടറിക്ക് പുറത്ത് നേരിട്ട ഏറ്റവും മാരകമായ ആക്രമണം ഒന്നായിരുന്നു. 30-30 ആളുകൾ കൊല്ലപ്പെടുന്നു, 200 ആളുകൾക്ക് പരിക്ക് പറ്റുന്നു. അപ്പോൾ അതിൽ ഇമാദ് മുഗിനിയൊക്കെ പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇമാദ് മുഗിനിയെ ഇസ്രായേൽ കൊല്ലുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നിലക്കുള്ള അസാസിനേഷൻസ്, കൗണ്ടർ അറ്റാക്സ്, ബോംബിങ്, കൗണ്ടർ ബോംബിങ്, ഇതെല്ലാം നിറഞ്ഞ ഒരു സംഗതിയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഓഫ് കോഴ്സ് പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. 2.5 ടൺ ഭാരമുള്ള ബസ്റ്റർ ബോംബ്, അമേരിക്കൻ നിർമ്മിത ബങ്കർ ബസ്റ്റർ ബോംബാണ് ഹിസ്ബുള്ള ആസ്ഥാനത്ത് പതിച്ചതെന്നാണ് പറയുന്നത്. അത്രയും മാരകമായ ബോംബ് ഒരു കെട്ടിടത്തിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഉണ്ട്, അദ്ദേഹം എന്നല്ല ഏതൊരു മനുഷ്യനും അവിടെ ഉണ്ടെങ്കിൽ കൊല്ലപ്പെടുക എന്നുള്ള സ്വാഭാവികമാണ്. അത്രയും മാരക പ്രഹരശേഷിയുള്ള ഒരു ബോംബാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൈനികമായ ഒരു സ്ട്രാറ്റജിക് അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം അടുത്ത ദിവസങ്ങളായിട്ട് ഹിസ്ബുള്ള അതിഭയങ്കരമായിട്ട് വീക്കം ചെയ്യാൻ, സൈനികമായി വീക്കം ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനം അവരുടെ ഈ പറയുന്ന കമാൻഡ് കൺട്രോൾ അത് ബ്രീച്ച് ചെയ്യാൻ അതിനകത്ത് കയറാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ ഇത് ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിൻ്റെ അവസാനമാവില്ല. ഞാൻ പറഞ്ഞു 82 മുതൽ തുടർന്ന് വരുന്ന ഇതേപോലെയുള്ള ചിലപ്പോൾ ഇതേക്കാൾ മാരകമായ ഒരുപാട് സംഘർഷങ്ങളുടെ ചരിത്രം നമ്മളുണ്ട്. അതിനിയും നീണ്ടുപോവുകയാണ് എന്ന് തന്നെയാണ് കാണേണ്ടത്. ഈ വ്യോമാക്രമണം കരയുദ്ധത്തിലേക്ക് മാറുമോ എന്നുള്ളൊരു സാധ്യത നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഒക്ടോബർ 7 കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. കൃത്യം 1 വർഷം ഈ ആക്രമണം ഘടിപ്പിച്ചിട്ട് 1 വർഷം തികയുന്ന ദിവസമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിന് ഒരു ചോദ്യം നേരിടേണ്ടി വരും. ഈ 1 വർഷം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഈ യുദ്ധത്തിൻ്റെ റിസൾട്ട് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ പല തരത്തിൽ അവിടെ ആഭ്യന്തരമായി പോലും നെതന്യാഹു സർക്കാരിന് നേരിടേണ്ടി വരും. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം നൽകുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ ആക്രമണം കടുപ്പിക്കുന്നതിന് പിന്നിലുണ്ടോ? ആക്രമണം കടുപ്പിക്കുന്നതിന് ഉദ്ദേശം പലതരത്തിൽ കാണാം. ഇപ്പം നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ ശത്രുക്കളും ആയിട്ടുള്ള ഒരു യുദ്ധം അവർക്കെതിരെ നടത്തുന്ന, അവരെ അവസാനിപ്പിക്കുക എന്ന ശ്രമം ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരിക്കലും പോസിബിളായ ഒന്നല്ല. കാരണം ഇത് ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി 2 കേന്ദ്രങ്ങൾ പരസ്പരം പോരടിക്കുന്ന യുദ്ധമല്ല ഇസ്രായേലും ഇസ്രായേലിൻ്റെ ശത്രുക്കളും തമ്മിൽ നടക്കുന്നത്. ഇസ്രായേൽ ഒരു കൂട്ടം മനുഷ്യരുടെ സ്വന്തം നാട്ടിലേക്ക് അധിനിവേശം നടത്തുന്നു. ആ നാട് തിരിച്ചു പിടിക്കാനും സ്വന്തം രാഷ്ട്രം നിലനിർത്താനുള്ള മനുഷ്യരുടെ അതിജീവന പോരാട്ടമാണ് അപ്പുറത്തേത്. ഇസ്രായേലിൻ്റെത് ഈ അവരുടെ അതിരുകൾ വലുതാക്കാനുള്ള വ്യാമോഹം. മറ്റേത് അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് അഭിമാന പോരാട്ടം എന്ന് വെച്ചാൽ ഒരു വൈകാരികമായ അവസ്ഥയാണ്. അത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക്, തലമുറകളിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു പോകുന്ന ഒന്നാണ്. അതിനെ ആയുധങ്ങളില്ലാതാക്കിയത് കൊണ്ടോ വ്യക്തികളെ ഇല്ലാതാക്കിയത് കൊണ്ടോ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ആ പരിമിതി ഇതിനുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കൊല്ലുക, പരമാവധി കാഷ്വാലിറ്റീസ് ഉണ്ടാക്കുക, പരമാവധി ബോംബിംഗ് നടത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്നതുകൊണ്ടായിരിക്കണം. യുദ്ധം വലുതാക്കുക എന്ന ഉദ്ദേശം ഉണ്ടാവണം. നമ്മൾ നേരത്തെ പലകുറി സംസാരിച്ച പോലെ നെതന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം വലുതാക്കുകയും നീട്ടിക്കൊണ്ടു പോവുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യമാണ്. ആ രാഷ്ട്രീയ ആവശ്യത്തെ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി പരമാവധി ഹിസ്ബുള്ളയെ പരമാവധി പ്രകോപിപ്പിക്കുക, പരമാവധി യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക, ഇറാനെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശം അതിനകത്തുണ്ട്. മറ്റൊന്ന് ഇറാൻ്റെ പ്രോക്സീസിനെ എല്ലാം, ഇറാൻ്റെ പ്രോക്സികളെ ഇല്ലാതാക്കുക, ഇറാനെ പരമാവധി ദുർബലപ്പെടുത്തുക, നിരായുധീകരിക്കുക പോലുള്ള ഉദ്ദേശം അവർക്കുണ്ടല്ലോ. അപ്പോൾ ഈ റീജിയനിൽ അവർ ഇതിനെ ഒരു കാരണമാക്കിയിട്ടുണ്ട്. ഇപ്പം ഒക്ടോബർ 7 അറ്റാക്കിനെ മുൻനിർത്തിക്കൊണ്ട് ഗസ അധിനിവേശം, ഗസയെ ഇല്ലാതാക്കുക, ഗസയും വെസ്റ്റ് ബാങ്കിനെയും എല്ലാം പിടിച്ചെടുത്ത് വിശാല ഇസ്രായേൽ രാജ്യം രൂപീകരിക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത അജണ്ടയാണ്. അതിലെ റൈറ്റ് വിങ്ങിൻ്റെ എപ്പോഴത്തെയും വലിയ ആവശ്യമാണ്. ആ ആവശ്യം ഒക്ടോബർ 7 മുൻനിർത്തിക്കൊണ്ട് ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് അവർ വേഗത്തിൽ നടപ്പിലാക്കുകയാണ്. അതിൽ തന്നെ ഹിസ്ബുള്ള, ലെബനൻ അല്ലെങ്കിൽ ഇറാൻ റീജിയനിലെ അവരുടെ പവർ ഇക്വേഷൻസിൽ ഇറാനെ ദുർബലപ്പെടുത്തുക പോലെയുള്ള രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്. മറ്റേത് രാജ്യവികസന താല്പര്യങ്ങളുണ്ട്. അവയെല്ലാം അവർ ഈ ഒക്ടോബർ 7 മുൻനിർത്തിക്കൊണ്ട് വേഗത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ കാഴ്ച ഒരു വശത്ത്, മറ്റൊന്ന് യുദ്ധം ദീർഘകാലം നിലനിർത്തുക എന്ന രാഷ്ട്രീയ ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മാക്സിമം പ്രകോപനങ്ങൾ ഇപ്പോൾ കാണുന്നു. എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇറാൻ ഇറങ്ങി പുറപ്പെടുമോ, ഹിസ്ബുള്ളയ്ക്ക് ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് എന്തുമാത്രം ശേഷിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹിസ്ബുള്ള എവിടെയൊക്കെയാണ് ബോംബുകൾ വെച്ചിരിക്കുന്നത്, എങ്ങോട്ടൊക്കെയാണ് അയക്കുക, എന്നാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ പ്ലാൻ, ഇത് മുഴുവൻ ചോർത്തി കഴിഞ്ഞിട്ടുണ്ടാവണം. കാരണം അവരുടെ പേജറിനകത്ത് കടന്നു കയറാൻ കഴിയാനും സന്ദേശം അയച്ച് പൊട്ടിക്കാനും കഴിയുമെങ്കിൽ അതുവരെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ട് അവർ ചോർത്തിയിട്ടുണ്ടാവണം. അപ്പോൾ എല്ലാ
സംഗതി എവിടെ നോക്കി ആക്രമണം വരും, എന്തുമാത്രം ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഇസ്രായേൽ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ട് ഓഫ് കോഴ്സ് എന്താ പറയുന്നത്, ഹിസ്ബുള്ള കുറച്ച് വീക്കാണ്. അവർക്കൊരു വലിയ യുദ്ധത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കടന്നാലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ആ രാജ്യം അങ്ങനെ ഒരു യുദ്ധം നേരിടാൻ ശേഷിയില്ല, ഇറാനും ആ ശേഷിയില്ല. അതുകൊണ്ട് ഈ ഏകപക്ഷീയമായ അതിക്രമങ്ങൾ അതുണ്ടാക്കുന്ന സംഗതികൾ തുടരും. പക്ഷേ ആത്യന്തികമായി ഇസ്രായേലിൻ്റെ വഴിയിലെ തടസ്സങ്ങൾ പൂർണ്ണമായി മാറ്റുക എന്നത് ഒരിക്കലും അവരെ കൊണ്ട് സാധ്യമാകുന്നില്ല. തലമുറകൾ താണ്ടിയ തടസ്സം അവിടെ ഉണ്ടാവും. യെസ്, അപ്പോൾ അതാണ്. ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.